آله وصحبه أجمعين أما بعد ധരിക്കുന്ന ഹദീസ് സബ്ബ റജുലുൻ അബാ ബക്കറിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഫസക്കത്ത നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയൊരു സംഭവം മാതൃകാപരമായ നമുക്ക് ജീവിതത്തിൽ നടത്താൻ പറ്റിയ ഒരു സംഗതിയാണ് ഇന്നത്തെ ഹദീസിൽ നമ്മൾ പറയുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ആ റിസൾട്ട് കഴിഞ്ഞ ശേഷമാണ് പലപ്പോഴും വിദ്വേഷങ്ങളും കഥയൊക്കെ ഉണ്ടാവുകയും വ്യക്തിവൈരാഗ്യങ്ങൾ അതിൻ്റെ മൂർധന്യ ദിശയിലെത്തി വ്യാപിക്കുകയും ചെയ്യുന്ന സമയം ആക്ഷേപങ്ങൾ ഉണ്ടാവും, പരിഹാസങ്ങൾ ഉണ്ടാവും. ജയിച്ച ടീം പ്രവർത്തിക്കാൻ പരിശ്രമിച്ചു എന്ന ആളുകൾക്കെതിരെ ചെറിയ പ്രയോഗങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ പലതും വിളിച്ചു പോയൊക്കെ ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയപരമാവട്ടെ ഇനി കുടുംബപരമാവട്ടെ ഏത് വിഷയമാണെങ്കിലും നമ്മൾ ആക്ഷേപിക്കുകയും പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, നമ്മളെ തെറി വിളിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ചില നയങ്ങൾ ഈ ഹദീസിൽ നിന്ന് വലിയ പാഠാണ്. പള്ളിക്കും വേണ്ടി, മദ്രസക്കും വേണ്ടി, ദീനിനും വേണ്ടി, സംഘടനക്കും വേണ്ടി എന്താവട്ടെ പൊതുവായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആളുകൾ തെറി വിളിക്കും. അപ്പോൾ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് പ്രതികരിക്കാതെ നിൽക്കും. പിന്നെ ക്ഷമ നെല്ലിപ്പടിയും വിട്ടു പോകുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും. അതുമായി ബന്ധപ്പെട്ട ഹദീസ് നോക്കും. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളും നബിതങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ ആ സദസ്സിലേക്ക് കയറി വന്നു. എന്നിട്ട് സബ്ബ റജുലുൻ അബാ ബക്കറിൻ അസ്ദിഖ് റളിയല്ലാഹു അൻഹു, ഒരാൾ സിദ്ദീഖ് തങ്ങളെ പുളിച്ച തെറി എന്ന് പറഞ്ഞു, ചീത്ത പറഞ്ഞു. നബിതങ്ങളുണ്ട്, സിദ്ദീഖ് തങ്ങളൊക്കെ ഉണ്ട് സദസ്സിൽ. അപ്പൊ നബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഒക്കെ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നിട്ട് സിദ്ദീഖ് തങ്ങളെ വളരെ മോശമാക്കിയാണ് ചീത്ത പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ, സിദ്ദീഖ് തങ്ങളെ തൊട്ടപ്പുറത്ത് നബിതങ്ങളോട് ഇരിക്കുന്നുണ്ട്. അപ്പൊ സക്കത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ മിണ്ടാതിരുന്നു. ചീത്ത പറഞ്ഞാലും സിദ്ദീഖ് തങ്ങൾ മറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ സക്കത്ത് അബൂബക്കറിൻ, സിദ്ദീഖ് തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മിണ്ടാതിരുന്നു, മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ വന്ന് എന്തൊക്കെ തെറി വിളിച്ചു, ചീത്ത പറഞ്ഞു, അസഭ്യമൊക്കെ പറഞ്ഞു. അത് പറയപ്പെട്ട സിദ്ദീഖ് തങ്ങൾ പ്രതികരിക്കാതെ മിണ്ടാതിരുന്നു. അപ്പൊ നബിതങ്ങളും മിണ്ടാതിരുന്നു. അങ്ങനെ വലമ്മാ സക്കത്ത റജുലു, അയാൾ കുറെ ചീത്തൊക്കെ പറഞ്ഞപ്പോൾ, കുറെ ചീത്തൊക്കെ പറഞ്ഞ് പിന്നെ അയാൾ മിണ്ടാതിരുന്നു. ആ കയറി വന്ന ആൾ അസഭ്യം പറച്ചിലും ചീത്ത വിളിക്കലൊക്കെ നിർത്തി അയാൾ മിണ്ടാതെ നിന്നപ്പോൾ അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. തകല്ലമ അബൂബക്കർ, അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. അയാളിങ്ങോട്ട് കയറി വന്ന് എന്തൊക്കെ തെറി പറഞ്ഞപ്പോൾ ഒന്നും മുണ്ടിയില്ല. അങ്ങനെ ഒന്നും മിണ്ടാതെ നിന്ന്, നബിതങ്ങളും മിണ്ടാതെ നിന്ന്, സിദ്ദീഖ് ഒന്നൂരെ മിണ്ടാതെ നിന്നു. അപ്പോൾ അയാൾ മിണ്ടാതെ നിന്നു. രംഗം ശാന്തമായപ്പോൾ സിദ്ദീഖ് തങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. എന്തിനാ അങ്ങനെ പറഞ്ഞത്, അങ്ങനെയല്ല സംഗതി, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ഫഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സദസ്സിന് നബിതങ്ങളെ എഴുന്നേറ്റ് പോയി. നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല സിദ്ദീഖ് തങ്ങൾ പ്രതികരിച്ചത്, എഴുന്നേറ്റ് പോയി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ വാദറക്കു അബൂബക്കറിൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ അടുത്ത് ചെയ്തിട്ട് പറഞ്ഞു, അല്ല നബി, നിങ്ങൾ എന്ത് പണിയാണ് കാട്ടിയത്, നിങ്ങൾ എന്താ ചെയ്തത്? നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഇരിക്കുമ്പോൾ അയാൾ കയറി വന്ന് എന്തൊക്കെ പറഞ്ഞു, തെറി പറഞ്ഞു, കുറ്റം പറഞ്ഞു, ആക്ഷേപിച്ചു. അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു, നിങ്ങളും മിണ്ടാതിരുന്നു. പിന്നെ അയാളും മൗനിയായപ്പോൾ ഞാൻ കുറച്ച് കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ആ എന്തിനാ നിങ്ങൾ എഴുന്നേറ്റ് പോയത്? യാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ തിരുദൂതരെ, സബ്ബനി, അയാൾ എന്നെ ചീത്ത പറഞ്ഞല്ലോ, അയാൾ എന്നെ കുറ്റം പറഞ്ഞല്ലോ, അയാൾ എന്നെ ആക്ഷേപിച്ചല്ലോ. വസക്കത്ത്, അപ്പം നിങ്ങൾ മിണ്ടാതിരുന്നു. വസക്കത്ത്, ഞാൻ അപ്പം മിണ്ടാതിരുന്നു. പിന്നെ ഫലമ്മാ തകല്ലംതു കുംത, ഞാൻ വർത്താനം പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ നീച്ച് പോവുകയും ചെയ്തു. ആ എന്തിനാ? ഫഖാല നബി, അപ്പം നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ പൊന്നാർ അബൂബക്കർ സിദ്ദീഖേ, നമ്മൾ സദസ്സിലിരിക്കുമ്പോൾ അയാൾ കയറി വന്നിട്ട് അവിവേകം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പം അങ്ങ് മിണ്ടാതെ നിങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ശരിക്കും ശ്രദ്ധിക്കായിരുന്നു. ഇന്നൽ മരക്ക കാന യറുദ്ദു അലൈഹി അൻക ഹീന സക്കത്ത, നിങ്ങൾ മിണ്ടാതിരിക്കുന്ന അത്രയും സമയം നിങ്ങൾ പ്രതികരിക്കാതെ നിന്നപ്പോൾ മലക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നതായിട്ടും നിങ്ങൾക്ക് പൊറുക്കലിനെ തേടുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു. എത്ര റിപ്പോർട്ടുള്ള, ഇന്നലെ മലക്ക് നിങ്ങൾ മിണ്ടാതിരുന്നപ്പോൾ
അയാൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു, ശരിയാണ്. അപ്പം നിങ്ങൾ മിണ്ടാതെ നിന്നപ്പോൾ നിങ്ങൾക്ക് മലക്കിൻ്റെ കാവലുണ്ടായിരുന്നു. നിങ്ങൾക്കും വേണ്ടിയിട്ട് ആ മലക്ക് അവിടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. നിങ്ങൾ മിണ്ടാത്ത സമയത്തോളം നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതൊക്കെ ആ മലക്ക് ഞാൻ കണ്ട്. പക്ഷേ നിങ്ങൾ പിന്നെ അയാൾ മിണ്ടിടില്ല എന്ന് കണ്ടപ്പോൾ ഫലമാത്തക്കെല്ലാം പിന്നെ നിങ്ങൾ മിണ്ടാൻ തുടങ്ങിയപ്പോൾ ആ മലക്ക് ദഹബൽ മലക്ക്, ആ മലക്ക് പോയി. ആ മലക്ക് പോയി. അപ്പോൾ കായത ഷെയ്ത്താൻ, അപ്പോൾ അവിടെ ഷെയ്ത്താൻ വരും ചെയ്തു. പിന്നെ ഞാൻ എന്തിനാണ് ഇരിക്കണത്? ഇപ്പോൾ കരിയത്തു. അപ്പോൾ എനിക്ക് വെറുപ്പാണിത്. ഷെയ്ത്താൻ, ഷെയ്ത്താൻ്റെ കൂടെ അവിടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നീച്ചു പോകുന്നതാണ്. എന്താ ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ, ഈ ചരിത്രത്തിൻ്റെ രത്ന ചുരുക്കം? ഒരു സദസ്സിൽ നബിതങ്ങളും സിദ്ദീഖും ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നിട്ട് അസഭ്യം പറഞ്ഞു, വൃത്തികേടൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ സിദ്ദീഖ് മിണ്ടാതിരുന്നു. അപ്പോൾ നബിതങ്ങളും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ അസഭ്യം പറഞ്ഞാൽ പിന്നെ മൗനിയായി, മിണ്ടാതെ നിന്നപ്പോൾ അപ്പോൾ സിദ്ദീഖ് തൻ്റെ ഭാഗം ന്യായീകരിച്ചിട്ട് എന്ത് ചെയ്തു? കുറച്ച് വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പോൾ നബിതങ്ങൾ നീച്ചു പോലും ചെയ്തു. അപ്പോൾ സിദ്ദീഖ് പറ്റിയില്ല, വിഷമായി. അബൂബക്കർ സിദ്ദീഖ് നബിതങ്ങൾ എടുത്തിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, നിങ്ങൾ എന്ത് പണിയാ ചെയ്ത്? എന്തിനാ നിങ്ങൾ നീച്ചു പോയത്? അയാൾ വന്ന് എന്തൊക്കെ പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ, പ്രതികരിച്ചില്ലല്ലോ, ഞാൻ മൗനിയായില്ലേ. പിന്നെ അയാൾ പറയാൻ തുടങ്ങി. പിന്നെ അയാൾ മൗനിയായപ്പോൾ ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നീച്ചു പോയി. ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കണ്ടേ. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ പൊന്നാര അബൂബക്കർ കാര്യം മനസ്സിലാക്കുക. അയാൾ ഇങ്ങോട്ട് കയറി എന്നിട്ട് എന്തൊക്കെ തെറി പറഞ്ഞു. അപ്പോഴൊക്കെ ഈ മിണ്ടാതിരുന്നല്ലോ. മിണ്ടാതിരിക്കുമ്പോഴൊക്കെ നിനക്ക് വേണ്ടി മലക്ക് ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട് ഞാൻ കണ്ട്. മലക്ക് നിനക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ കണ്ടു. നിനക്ക് വേണ്ടി നിന്റെ ഹൈറായി, നിന്റെ യാഥാർത്ഥ്യവും നിന്റെ യഥാർത്ഥ വശവും ഒക്കെ ആ മലക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഈ മിണ്ടിയപ്പം അത് മലക്കിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മലക്ക് നീച്ചു പോയി. അപ്പോൾ ഷെയ്ത്താൻ അവിടെ വന്നിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതിനോട് ഇരിക്കണത്, മലക്ക് പോയില്ലേ. ആ മലക്ക് അവിടെ നിന്ന് പോവുകയും ഷെയ്ത്താൻ വരും ചെയ്തപ്പോൾ പിന്നെ ഷെയ്ത്താനെ കൂടി ഇരിക്കണത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ നീച്ചു പോകുന്നതാണ്. ഇതൊരു വലിയ നമുക്ക് പ്രചോദനാകേണ്ട ഹദീസാണ്. ആ പെട്ടെന്ന് ഒരാൾ പള്ളിക്കാണ്ട് കയറി വരും, മദ്രസക്ക് അല്ലെങ്കിൽ യോഗത്തേക്ക്. എന്നിട്ടാണ്ട് അയാൾക്കുള്ള ദേഷ്യം കണ്ട് തീർക്കാൻ വേണ്ടി പലതും വിളിച്ചു പറയും. നിങ്ങളുടെയാണോ, എൻ്റെ വാപ്പാൻ്റെ ആണോ, വല്യാപ്പാൻ്റെ ആണോ, എൻ്റെ ഉമ്മാൻ്റെ ആണോ ഒക്കെ പറയും. ഇത് ആരാണ്, എന്നെ എനിക്കറിയാം, എൻ്റെ വാപ്പാനൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ രക്തം ഇങ്ങനെ തിളക്കും. അപ്പം നമ്മളിങ്ങനെ സഹിച്ച് മിണ്ടാതെ, ന്യായമില്ലായിട്ടൊന്നുമല്ല, വർത്തമാനം പറയാൻ കഴിയാഞ്ഞിട്ടുമല്ല, പിന്നെ ബന്ധങ്ങൾ തെറ്റണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തോളം മലക്കളി നമുക്ക് വേണ്ടി ഇങ്ങനെ ദ്വാരുന്നുകൊണ്ടിരിക്കും. ആ മലക്കളി നമുക്ക് വേണ്ടി മറ്റൊരു ഭാഗത്ത് നമ്മുടെ സത്യം തുറന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മിണ്ടാതിരിക്കുന്ന സമയത്തോളം നമ്മളെ ന്യായവും നമ്മുടെ യാഥാർത്ഥ്യവും നമ്മുടെ നിഷ്കളങ്കതയും നമ്മുടെ നിരപരാധിത്വവും ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ മലക്കിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദ്വാരുന്നുകൊണ്ടേ നിൽക്കും. പിന്നെ നമ്മൾ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ മലക്ക് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ മാക്സിമം ചെയ്യേണ്ടതാണ്, പറഞ്ഞോ പറഞ്ഞോട്ടെ, അത് അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്തിട്ട് അവഗണിച്ച് വിടുക എന്നർത്ഥം. അതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിദ്ദീഖുകളും നബിതങ്ങളും ഒറ്റ സുഹൃത്തുക്കളാണ്, അങ്ങേയറ്റത്തെ ബന്ധമുള്ളവരാണ്, ഒക്കെ ശരിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും സിദ്ദീഖുകളും മിണ്ടാതിരുന്നപ്പോൾ നബിതങ്ങൾ ആ സദസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ പ്രതികരിക്കുക എന്നില്ല. നമുക്കൊരു വലിയൊരു കാര്യമായിട്ടാണ് കണ്ടത്. പക്ഷേ പ്രതികരിച്ചാൽ ഹൈറുണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കുക എന്നല്ലാതെ ഒരിക്കലും എല്ലാത്തിനും പ്രതികരണങ്ങളുമായിട്ട് ചെന്നാൽ അവർ വേറെ വളർന്നും പറയും. പിന്നെ മൂർച്ച കൂടും, വിടവ് കൂടും, അകൽച്ച കൂടും, വാക്കുപോര് കൂടും. അപ്പോൾ ഏറ്റവും നല്ലതൊരു കൈ മാത്രം ഇങ്ങോട്ട് അടിച്ചാൽ ശബ്ദം ഉണ്ടാവില്ല, മറ്റേ കൈ അവിടെ നിന്ന് ഇങ്ങോട്ടും കൂടി വന്നാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാം കയ്യിന് പ്രതികരിക്കാൻ മറ്റേ കൈ വെച്ചെടുക്കാതെ എന്നാൽ അതും കൊയ്ഞ്ഞു പോയിക്കോളും. അപ്പോൾ സിദ്ദീഖുകൾക്കെതിരെ അയാൾ പറഞ്ഞപ്പോഴൊക്കെ മലക്കിൻ്റെ സഹായം കിട്ടിക്കൊണ്ടേക്കുകയാണ്. അപ്പോൾ നമ്മളെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത്രയും മലക്കിൻ്റെ സഹായം നമുക്ക് കിട്ടും. പൊറുക്കലിൻ്റെ തുറക്ക അക്കൗണ്ടൊക്കെ ഇങ്ങനെ വരവ് വന്നുകൊണ്ടേക്കുക. നമ്മൾ അവരെ മാതിരി തന്നെ നമ്മളും പ്രതികരിക്കാനും, നിൻ്റെ വാപ്പാനാണ്, എൻ്റെ വാപ്പ എനിക്ക് കയ്യിലേറെ അറിയാം എന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയാൽ ആ മലക്ക് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ഷെയ്ത്താൻ്റെ കൂടെ നമ്മളാവുകയും ചെയ്യും. നിലവിലെ ഈ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഹദീസാണ്. എപ്പോഴും മൗനിയാകുമ്പോഴും പ്രതികരിക്കാതിരിക്കുമ്പോഴും സത്യം പറയണ്ട എന്നൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. ഇങ്ങോട്ട് തെറി വിളിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഒരു മറുപടിയും പറയാതെ, മറുപടി അങ്ങോട്ട് തെറി പറയണമെന്നില്ല, അങ്ങോട്ട് മറുപടി പറഞ്ഞാൽ മൂപ്പരെ പ്രശ്നം പിന്നെയും കൂടും. ചീത്ത പറയാൻ വേണ്ടി കയറി വന്ന് നമ്മൾ അസഭ്യം പറയുന്ന ആളെ അങ്ങോട്ട് അസഭ്യം പറയാതെ വെറുതെ പ്രതികരിച്ചാലും അത് അവനക്ക് എന്താവും, ഒന്നുകൂടി വാശി കൂടും. അപ്പം പ്രതികരിക്കണ്ട.
പ്രതികരിക്കാത്ത കാലത്തോളം മലക്കിൻ്റെ സാന്നിധ്യവും മലക്കിൻ്റെ പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും കിട്ടിക്കൊണ്ടായിരിക്കും. പ്രതികരിക്കാൻ തുടങ്ങിയാൽ ആ മലക്ക് പോവുകയും അവിടെ ഷെയ്ത്തായിരിക്കും ചെയ്യും. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, എന്ത് ഫകരിഹത്തു, അപ്പം എനിക്ക് വെറുപ്പായി, എന്ത് അനഖുഅദ ഫീ മഖഅദിൻ മഅ ശൈത്താൻ, ഷെയ്ത്താനെ ഒരിക്കലും എനിക്ക് വെറുപ്പായി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇനിയിപ്പോൾ നാളെ പോട്ടൊക്കെ ഒന്നു പലതും പറയും, ഒക്കെ എന്ത് ചെയ്യുക, ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുക. അപ്പോൾ മലക്കിൻ്റെ സഹായം ഉണ്ടാകുന്ന നഷ്ടാവില്ല, ഒരിക്കലും നഷ്ടാവില്ല. മലക്ക് നമുക്ക് ദ്വാരക്കും, നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഒരുപക്ഷെ ഒരു 10,000 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ പൊറുക്കപ്പെടാത്ത തെറ്റുകൾ വരെ കുറച്ച് 4 ചീത്ത നമ്മൾ വിളിക്കുമ്പോൾ അത് സഹിച്ചാൽ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് ബോണസാണെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ അമല് ചെയ്തിട്ട് കിട്ടേണ്ട നന്മയേക്കാൾ ഇങ്ങനെ കുറേ കേൾക്കുമ്പോൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ കിട്ടും ചെയ്യും. ബാക്കിയുള്ളതൊക്കെ അള്ളാഹുത്തിൽ അളന്നിട്ടാ കൂലി എടുക്കുക. നിസ്കാരം, നോമ്പ്, ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, സ്വതക്ക, ഉംറ, ഹജ്ജ്, കുടുംബം എല്ലാം അള്ളാഹ് അളന്ന് ഇങ്ങനെ കൊടുക്കും. പക്ഷെ നമ്മളൊരാളെ ചീത്ത പറയുമ്പോൾ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമന്റെ പ്രതിഫലം ഒരിക്കലും അളന്നല്ല കൊടുക്കുക, അത് വാരി കൊടുക്കും, അളക്കാതെ കൊടുക്കും. ഖുർആൻ പറഞ്ഞു, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഇപ്പം നമ്മൾ സുബഹിക്കരിച്ചു, സുബഹിൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കരിച്ചു, ഖുർആൻ ഓതി, ക്ലാസ് കേട്ടു, ഒക്കെ ഇബാദത്താണ്. ഇതിനൊക്കെ അള്ളാഹു തആല തൂക്കിയിട്ടാണ് അമൽ പ്രതിഫലം തരിക മലക്കുകൾ. എന്നാൽ നമ്മളൊരാളെ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ ആക്ഷേപിച്ചു, നമ്മൾ പ്രതികരിക്കാതെ ക്ഷമിച്ച്, ക്ഷമക്ക് അളക്കൂല, അത് വാരി കോരി കൊടുക്കും എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം. പറയാനും കേൾക്കാനൊക്കെ എളുപ്പമാണ്, പ്രാക്ടിക്കലാക്കാൻ മനസ്സിന് വല്ലാത്ത കടിഞ്ഞാൻ വേണ്ടി വരും, മനസ്സിന് വല്ലാത്ത നിയന്ത്രണം വേണ്ടി വരും. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.